ഇത് ഒരു പെൻസിൽ ഡ്രോയിങ് ആണ്. പെൻസിൽ ഡ്രോയിങ്ങിൽ എങ്ങനെയാണ് ഷെയ്ഡ് ചെയ്യണമെന്നൊക്കെ നമുക്ക് നോക്കാം. ഇപ്പോൾ ഒരു ഈസി ആയിട്ടുള്ള പടം, ഒരു ബ്രിഞ്ചോളിൻ്റെ പടമാണ് ഇത്. എല്ലാവർക്കും അറിയാവുന്നുള്ളൊരു വസ്തുവാണ് ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് നമുക്ക് അതിന് തന്നെ ആദ്യം ഷെയ്ഡ് ചെയ്യാം. ഇതിന് ആദ്യം സ്കെച്ച് ചെയ്യാൻ ഉപയോഗിച്ചത് ഒരു 2B പെൻസിലാണ്. അടുത്ത ഷെയ്ഡ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഒരു 6B പെൻസിലാണ്. ഷെയ്ഡിങ്ങിനെ ലൈറ്റാക്കുകയോ ഡാർക്കാക്കുകയോ എങ്ങനെ എത്ര വേണോ സിമ്പിളായിട്ട് അത് ലൈറ്റാക്കി ഡാർക്ക് പോരാന്നുണ്ടെങ്കിൽ വീണ്ടും അവിടെ പെൻസിൽ ഷെയ്ഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഇത്തരം സ്ഥലത്ത് ഹൈലൈറ്റ് വരാൻ വേണ്ടിയാണ് അവിടെ വെള്ളം ഇട്ടിട്ടുള്ളത്. ഇത് അതിൻ്റെ ഷെയ്ഡ് അനുസരിച്ച് ആ ഓബ്ജക്റ്റിൻ്റെ ഷേപ്പ് അനുസരിച്ച് റൗണ്ട് അങ്ങനെ തന്നെ വരാൻ ശ്രമിക്കുക. ഇത് ഏകദേശം കാണാമല്ലോ. ഇനി ഇതിനകത്ത് ഇവിടെയും ചെറിയ ഷെയ്ഡ് കൊടുക്കണം, ഇവിടെയും ചെറിയ ഷെയ്ഡ് കൊടുക്കണം, ഇവിടെയും ചെറിയ ഷെയ്ഡ് കൊടുക്കണം. ഇനി ഇത് തന്നെ ഇതിൻ്റെ ഈ 2 വരെ ഷെയ്ഡ് ചെയ്ത് വരാവുന്നത്. അപ്പോൾ ഇതിൻ്റെ ഹൈലൈറ്റ് ചെയ്യുന്ന സ്ഥലത്ത് ഹൈലൈറ്റ് ചെയ്യുകയും ബാക്കി ഡാർക്ക് പോരാ എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അടിവശത്ത് കുറച്ചുകൂടെ ഡാർക്ക് കൊടുക്കണം. വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ സെപ്പറേഷൻ വരാൻ വേണ്ടി കുറച്ചുകൂടെ ഡാർക്ക് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ ഔട്ട്ലൈൻസ് കറക്റ്റായിട്ട് 10B-യോ 8B-യോ വേണമെങ്കിൽ 10B ഉപയോഗിച്ച് വേണമെന്ന് ചെയ്യാവുന്നതാണ്. ഔട്ട്ലൈൻ നല്ല ഡാർക്കായിട്ട് കറക്റ്റ് വെള്ളം കാണാതെ എല്ലാം ഔട്ട്ലൈൻസും വരണം. ഇപ്പോൾ ഔട്ട്ലൈൻസ് കാണാമല്ലോ. ഇനി ഈ സബ്ജക്റ്റ് അല്ലെങ്കിൽ ഈ ഒരു ഓബ്ജക്റ്റ് എന്താണോ വരച്ചത് അത് തറയിലോ എവിടെയോ ഇരിക്കുന്നു എന്നുള്ള തോന്നലുണ്ടാക്കാൻ വേണ്ടി ഒരു ഷാഡോ ഷെയ്ഡ് ചെയ്യണം. അത് വളരെ എളുപ്പമാണ്. ഇവിടെ മാത്രം കുറച്ച് ഡാർക്ക് കൊടുത്തിട്ട് ബാക്കി ഇങ്ങോട്ട് വരുമ്പോൾ ലൈറ്റാക്കി വെച്ചാൽ അത് സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ ഏകദേശം മനസ്സിലാക്കിയിട്ട് ഒരു ബ്രിഞ്ചോൾ എങ്ങനെയാണ് പെൻസിൽ ഡ്രോയിങ് ചെയ്യുക എന്നുള്ളത്.